Guys, Assalamualaikum. Welcome back to our YouTube channel. സോ ഇന്നിപ്പോൾ മാർക്കറും ബോർഡൊക്കെ കണ്ടില്ല, ഒരു പഠനപരമായിട്ടുള്ള സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഗ്രാമർ പഠിച്ചപ്പോൾ വിചാരിച്ചു ഇന്ന് ഗ്രാമറിൻ്റെ ടിപ്സ് ഷെയർ ചെയ്യാം. പക്ഷേ ഇന്നിപ്പം ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമർ ഷെയർ ചെയ്താൽ ഗ്രാമർ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരും. സോ ഞാൻ വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്ന സംഭവത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഇന്നൊരു രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സംഭവങ്ങൾ ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ നോക്കുക. അപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോ പോകാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഗ്രാമറാണ് പറഞ്ഞുതരാൻ പോണത്. ഇത് എൽ കെ ജി അല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡത്തെ കുട്ടികൾ വരെ പഠിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ പഠിച്ചിട്ട് ഇതൊക്കെ നമുക്ക് അറിയാതെ. പക്ഷെ നമ്മൾ വലിയ ഗ്രാമേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ചെറിയ ഗ്രാമേഴ്സ് പഠിക്കണം. ഇവിടെ നിന്നാണ് നമ്മളെ ബേസ് തുടങ്ങുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞുതരാൻ പോണത് എ ആൻഡ് ദ. ഇതെവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന്. ഈ ഒരു എ ആൻഡ് ദ എന്നതിന് പറയാം ആർട്ടിക്കിൾസ് എന്നാണ്. അപ്പം ഇന്ന് പഠിക്കാൻ പോണത് ആർട്ടിക്കിൾസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഈ ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ദ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വൊവൽസ് ലെറ്റർ ആയ എ, ഇ, ഐ, ഒ, യു പഠിക്കണം. വൊവൽസ് ലെറ്റർ 5 അത് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. എ ആൻഡ് ദ എന്ന ആർട്ടിക്കിൾസ് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വൊവൽസ് ലെറ്റർ പഠിക്കണം. ഓക്കെ, നമുക്ക് ഒരു ഇത് തുടങ്ങാം. ആദ്യം ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് കാർ. ഈ കാർ എല്ലാവർക്കും അറിയാം. ഒരു കാർ എന്ന് പറയണതിന് ദ 1 എന്നല്ല അർത്ഥം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ 1 എന്നല്ല അർത്ഥം. എ 1 എന്നാണ് അർത്ഥം, ആൻ 1 എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ഇവിടെ എ ആണോ ആൻ ആണോ യൂസ് ചെയ്യുക? ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മൾ വൊവൽസ് ലെറ്റർ ആയ എ, ഇ, ഐ, ഒ, യു ഏതെങ്കിലും തുടക്കത്തിൽ വന്നാൽ ഇവിടെ അതല്ല തന്നെ. വേറൊരു എക്സാമ്പിൾ ആണ് ആപ്പിൾ. ഇവിടെ വൊവൽസ് ലെറ്റർ ആണ് വരുന്നത്. ഇവിടുത്തെ എ വരുന്നുണ്ട്. വൊവൽസ് ലെറ്റർ ആദ്യത്തിൽ വന്നാൽ നമ്മൾ ഷുവറായിട്ടും അവിടെ ആൻ എന്നാണ് ചേർക്കേണ്ടത്, ആപ്പിൾ. അപ്പം ഇത് വൊവൽസ് ലെറ്റർ അല്ലാത്തപ്പം ഡെഫിനറ്റ്ലി അത് എ ആയിരിക്കും, ആൻ അല്ല എ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ബസ്, ഇയർ, എയറോപ്ലെയിൻ. അപ്പം നമ്മൾ ഞാനൊരു എക്സാമ്പിൾ കൂടി, എന്താണ്, ബൈക്ക്. ഓക്കെ, ഇവിടെ ബ്, ഇവിടെയും ബ്. അപ്പം നമുക്ക് ബി ഇവിടെ ബി ഇല്ല. അപ്പം നമുക്കിവിടെ എ, ഡെഫിനറ്റ്ലി അത് എ ആയിരിക്കും. ഇവിടെ ഇ, എ, ഇത് രണ്ടും വൊവൽസ് ലെറ്ററിൽ ഉണ്ട്. അപ്പം ഇവിടെ ആൻ. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവൈൻഡ് കിട്ടിയിട്ടുണ്ടാവും. വൊവൽസ് ലെറ്റർ ആദ്യം വന്നാൽ ആൻ, വൊവൽസ് ലെറ്റർ വന്നിട്ടില്ലെങ്കിൽ അത് എ. ഇനി ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരില്ല. അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ യൂറോപ്പ്. ഇവിടെ യൂറോപ്യൻ, ജസ്റ്റ് ഒരു യൂറോപ്പിലത്തെ ആൾ എന്നാണ് യൂറോപ്യൻ്റെ അർത്ഥം. അപ്പം ഇവിടെ ഇ വരുമ്പം ഇവിടെ ഇ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലല്ല, ഇവിടെ ആൻ അല്ല യൂസ് ചെയ്യേണ്ടത്, അത് തെറ്റാണ്. ഇവിടെ യൂറോപ്യൻ, ജസ്റ്റ് നമ്മളൊന്ന് വായിക്കുമ്പോൾ യൂറോപ്യൻ. അപ്പം ഇവിടുത്തെ ഒരു പ്രൊണൗൺസിയേഷന് നമ്മൾ എപ്പോഴും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ പ്രൊണൗൺസിയേഷനാണ് ആദ്യം നോക്കേണ്ടത്. യൂറോപ്യൻ, യു, അതിൻ്റെ ഒരു യു എന്ന ഉച്ചാരണം. ഒരു ഉച്ചാരണം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ യൂറോപ്യൻ ഇങ്ങനെ വായിക്കുക. റിയൽ സ്പെല്ലിങ് ഇതാണെങ്കിൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ആദ്യ അക്ഷരം? വൈ ഇവിടെ ഇല്ല, അതുകൊണ്ട് എ ആണ് യൂസ് ചെയ്യേണ്ടത്.
ഇപ്പം ആപ്പിള് ഞാൻ നേരത്തെ പറഞ്ഞു ആപ്പിള്. അപ്പം ആപ്പിൾ എന്നാണ് ആദ്യം വരുന്നത്. റിയൽ ഇതേ ഉച്ചാരണം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആപ്പിൾ ഇവിടുത്തെ ഉച്ചാരണത്തിൽ പെട്ടതാണ്, അതുകൊണ്ടാണ് ഇവിടെ ആൻ വന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ അവർ. അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ. ഇവിടെ ഹവർ എന്നാണ് എഴുതലെങ്കിലും ജസ്റ്റ് നമ്മൾ എന്താ വായിക്കുക, അവർന്നേ വായിക്കുള്ളൂ. ഈ എച്ച് സൈലന്റ് ആണ്, സൈലന്റ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ എച്ച് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എ ചേർക്കരുത്. നമ്മൾ അവർ ഇവിടെ ഓൻ്റെ ശബ്ദമാണ് അവിടെ വരുന്നത്, അതുകൊണ്ട് നമ്മൾ ആനാണ് ചേർക്കേണ്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾസും ഒരു ക്വസ്റ്റ്യനിങ്ങുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ലെറ്റ് യു ഡു ദാറ്റ്. ഡാഷ് എന്താണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ ആദ്യം ആയിക്കോട്ടെ. കുറച്ചുകൂടി ഈസി ആയിക്കോട്ടെ, ഷർട്ട് മതി. Then കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ലെറ്റ്സ് ഡു. നമ്മൾക്കൊന്ന് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു വേർഡ് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ നോക്കുക. ഇവിടെ അവർ, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്. ഇനി അടുത്തത് സൗണ്ട് നോക്കാം. നമ്മൾ അവർ എന്ന് ഉച്ചരിക്കൽ ഹവർ നല്ല നമ്മൾ ഉച്ചരിക്കൽ അവർ എന്നാണ്. അപ്പം നമ്മൾ അവർ അത് നമ്മൾ വൊവൽസ് ലെറ്ററിൻ്റെ പ്രൊണൗൺസിയേഷൻ പോലെയാണ്. അതുകൊണ്ട് നമ്മൾ ആൻ ചേർക്കുക. ഇവിടെ എച്ചിൻ്റെ എല്ലാം നോക്കല്, ഇതിൻ്റെ ഉച്ചാരണ ശക്തിയാണ് നോക്കല്. ആർ ആർ ആ. ഇനി അടുത്ത ഷർട്ട് എന്നുള്ളത് ഇവിടുത്തെ ഒരു വൊവൽസിന്റെ ഉച്ചാരണം അല്ല, അതുകൊണ്ട് ഇവിടെ ആൻ തന്നെയാണ്, സോറി എ തന്നെയാണ് എ. അപ്പം ഇനി അടുത്തത് ഫാന് ഫസ്റ്റ് ലെറ്റർ വൊവൽസ് അല്ല, AEIOU വൊവൽസ് അല്ല. പക്ഷേ ഉച്ചാരണം നോക്കാം നമുക്ക്. ഫാൻ ഫ് അതുമല്ല, നമ്മൾ ഉച്ചാരണത്തിലും വൊവൽസ് ആയിട്ട് സാമ്യതയില്ല. സോ നമ്മളും ഇതും എ. ഇനി അടുത്ത് യൂറോപ്യൻ എന്നാണ്. എ യൂറോപ്യൻ. ഇവിടെ യൂറോപ്യൻ ഫസ്റ്റ് നമുക്ക് ലെറ്റർ നോക്കാം. ഫസ്റ്റ് ലെറ്റർ ഇ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് ആൻ എഴുതരുത്, നമ്മൾക്ക് ഉച്ചാരണം കൂടി നോക്കണം. യൂറോപ്യൻ വൈൻ്റെ ഉച്ചാരണമാണ്. വൈ യു. ഈ ഒരു പ്രൊണൗൺസിയേഷൻ ആണ് ഇവിടെ വരുന്നത്. പക്ഷെ വൈ ഇതിൽ പെട്ടതുമല്ല. സോ നമ്മൾ ഇവിടെ എ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആൻ ചേർത്ത് കൊടുത്താൽ പക്ക തെറ്റാണ്. അപ്പം ഇനി ആഫ്രിക്കനിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ എ. ഓക്കെ, ആഫ്രിക്കൻ എൻ്റെ പ്രൊണൗൺസിയേഷൻ തന്നെയാണ്. സോ നമുക്കിവിടെ ആൻ തന്നെ ചേർക്കാം. ഇനി അടുത്തത് ബുക്ക് ബി ഇതിലില്ല, ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ആയ ബുക്ക് ബും ഇതിലില്ല. സോ നമുക്കിവിടെ എ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് എനിമി ഫസ്റ്റ് ലെറ്റർ നമുക്ക് ആദ്യം നോക്കാം. ഇ ഇതിലുണ്ട്. ഓക്കെ, നമുക്കൊരു ആൻ വരാനുള്ള പോസിബിലിറ്റി കിട്ടി. ഇനി അടുത്തത് നമുക്ക് സൗണ്ട് നോക്കാം. എനിമി അതേ ഇതിലുണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ ആൻ എന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ആലിഗറ്റോർ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. ഓക്കെ, നമുക്ക് എ ഇതിലുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ നോക്കാം. ആലിഗറ്റോർ എയും ഇതിലുണ്ട്. അപ്പം നമുക്കിവിടെ ആൻ. ഓക്കെ, ആനും ഒന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ വവൽസ് ലെറ്റർ മെയിൻ ആക്കണ്ട. പക്ഷെ ഇത് കുറച്ച് ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞത് യൂണിവേഴ്സ് ഇതിന് എന്താണ് ദാ വരുന്നത് യൂണിവേഴ്സ്. എ യൂണിവേഴ്സ് എന്നും വരില്ല, ആൻ യൂണിവേഴ്സ് എന്നും വരില്ല. ഇവിടെ ആനും ഉള്ള ഉച്ചാരണം അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ ഏതാ വരിക? വൈ ആണ്.
യാൻ്റെ ഉച്ചാരണമായിട്ട് എ വരെ. പക്ഷേ ആർട്ടിക്കിൾസ് ആയ എവും മാൻ യൂണിവേഴ്സിന് യൂസ് ചെയ്യില്ല, നമ്മൾ ദ ആണ് യൂസ് ചെയ്യുക. അതേപോലെ ഇങ്ങനത്തെ വേർഡ്സ് എർത്ത്, സീ, സ്കൈ, ഇങ്ങനത്തെ വേർഡ്സ്, ആകാശം, ഭൂമി, കടൽ, ഇങ്ങനത്തെ വേർഡ്സ്. സ്കൈ, ദ സ്കൈ എന്നാണ് പറയുക. എ സ്കൈ, ആൻ സ്കൈ വരില്ല. ഇനി സീ, ദ സീ, ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഏത് ഇപ്പം പക്ഷെ ഒരു ട്രീ എന്നൊരു ഇത് വരികയാണെങ്കിൽ നമ്മൾ ദ ട്രീ എന്ന് പറയരുത്. അത് നമുക്ക് ഏത് ട്രീ ആണ് ഒരു ഇത് കിട്ടിയിട്ടില്ല, എന്താ നമുക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഒരു ട്രീ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ജസ്റ്റ് എ ചേർത്ത് എ ട്രീ, ഏത് ട്രീ ആണെന്ന് നമുക്കറിയില്ല. ഇനി നമുക്കൊരു ഇത് കിട്ടി മാംഗോ ട്രീ, പക്ഷെ ഏത് മാംഗോ ട്രീ നമുക്കൊരു പിടുത്തമില്ല. ദ ലാർജസ്റ്റ് മാംഗോ ട്രീ, നമ്മളെ ഒപ്പീനിയൻ വരില്ലേ, മീൻസ് കുറേ കാര്യങ്ങൾ ഏറ്റവും വലുത്, ഏറ്റവും തിക്കായത്, ഏറ്റവും കട്ടി കൂടിയത്, അങ്ങനെ ഏറ്റവും നമ്മളുടെ സൂപ്പർലേറ്റീവ് അങ്ങനെ വരുന്നതിലൊക്കെ ദ യൂസ് ചെയ്യും. ദ ബിഗ്ഗസ്റ്റ് ട്രീ, ദ ബിഗ്ഗസ്റ്റ് ട്രീ. ഇനി വേറൊരു എക്സാമ്പിൾ, ദ സ്മോളസ്റ്റ് ബിൽഡിംഗ്. ഇങ്ങനെ സൂപ്പർലേറ്റീവ്സ് വരുന്നത്. സൂപ്പർലേറ്റീവ്സ് പറഞ്ഞാൽ രണ്ടിലേറെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് വെച്ചു, രണ്ടിലേറെ സാധനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യാൻ. നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിലൊരു രണ്ടിലേറെ സാധനങ്ങൾ, ഇതിൽ സൂപ്പർലേറ്റീവ് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റും സ്മോളസ്റ്റും തിക്കസ്റ്റും അതൊക്കെ ഇടുന്നു. അപ്പോൾ ഇതിൽ ബിഗ്ഗസ്റ്റ് ഏതാണ്? ഇത്. അപ്പം സൂപ്പർലേറ്റീവ് ആയ ദിസ് ബിഗ്ഗസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ് ബോക്സ്, ദ ബിഗ്ഗസ്റ്റ് ബോക്സ്. ഇതിൽ വേറൊരു സൂപ്പർലേറ്റീവാണ് ദ സ്മോളസ്റ്റ് ബോക്സ്. ഈ സൂപ്പർലേറ്റീവ്സിനൊക്കെ ദ യൂസ് ചെയ്യും. ദ സ്മോളസ്റ്റ് ബോക്സ്. ഇതിൽ തിന്നായിട്ടുള്ളത് ഇതാണ്, ഏറ്റവും കട്ടി കുറഞ്ഞിട്ടുള്ളത്. അപ്പം ദ തിന്നസ്റ്റ് ബോക്സ്, കട്ടി കൂടിയിട്ടുള്ളത് ഏകദേശം ഇതായിട്ട് വരും. ദ തിക്കസ്റ്റ് ബോക്സ്. അങ്ങനെ ഈ സൂപ്പർലേറ്റീവ്സിൽ ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, ഏറ്റവും കട്ടി കൂടിയത്, ഏറ്റവും കട്ടി കുറഞ്ഞത്, ഇങ്ങനെ വരുന്നത് നമ്മൾ ദ യൂസ് ചെയ്യും. ദ ബിഗ്ഗസ്റ്റ് ട്രീ, ദ സ്മോളസ്റ്റ് ബിൽഡിംഗ്, ദ ബിഗ്ഗസ്റ്റ് ബോക്സ്, ദ സ്മോളസ്റ്റ് ബോക്സ്, ദ തിക്കസ്റ്റ് ബോക്സ്, ദ തിന്നസ്റ്റ് ബോക്സ്. പിന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ദ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. യൂണിവേഴ്സ്, സ്കൈ, സീ, എർത്തും വരും കേട്ടോ. എർത്ത് അങ്ങനത്തെ കുറച്ച് വേർഡ്സും, സ്റ്റാർസ്, മൂൺ, സൺ അങ്ങനത്തെ വേർഡ്സും, പിന്നെ സൂപ്പർലേറ്റീവ്സും, ദ ബിഗ്ഗസ്റ്റ് ട്രീ, ദ സ്മോളസ്റ്റ് ബിൽഡിംഗ് അങ്ങനത്തെ കുറച്ച് വേർഡ്സും. ഞാൻ ദ യൂസ് ചെയ്യേണ്ട വേറൊരു സ്ഥലം പറഞ്ഞുതരാം. ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ഒരു സ്ഥലം വരെ പോയി. ഇത് റിയൽ ഉണ്ടായതല്ല കേട്ടോ, ഇത് ഞാൻ ഗ്രാമറിന് ബേസ് ആയിട്ട് പറഞ്ഞുതരാണ്. ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോയി, എന്നിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്, ജസ്റ്റ് എൻ്റെ ഫ്രണ്ടുകളുടെ പേര് ഹനാൻ എടുക്കുക. ഈ ഹനാനോട് ഞാൻ പറയാണ്, എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഇട്ട് പറയണത്, ഇന്നലെ പറയണത് ഞാനോട് ഇന്ന് ഞാൻ കോഴിക്കോട് വരെ പോയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. ഞാൻ ഹനാനോട് പറഞ്ഞു, എനിക്ക് ആ സ്ത്രീൻ്റെ പേരൊന്നും അറിയില്ല, ജസ്റ്റ് പറഞ്ഞു ഇന്ന് ഞാൻ പോയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു, ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീച്ച് ഹനാനെ കണ്ടപ്പോൾ ഹനാനോട് ഞങ്ങളൊക്കെ പുറത്ത് പോയപ്പോൾ ഹനാനോട് പിന്നെ പറയാണ്, ആ ബ്യൂട്ടി പാർലറിൽ കാണുന്ന ആ സ്ത്രീയാണ് ഞാൻ ഇന്നലെ കണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു കാര്യം, ഈ സ്ത്രീയെ പറ്റി സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഞാൻ അതേ സ്ത്രീയെ പറ്റി പറയണം, ആ സ്ത്രീയായിരുന്നു ഞാൻ ഇന്നലെ കണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ബ്യൂട്ടി പാർലറിലുള്ള ആ സ്ത്രീയാണ് ഞാൻ ഇന്നലെ കണ്ടത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുക? ദ വുമൺ who is in that beauty parlor is the woman, was the woman that I met yesterday. Okay, ഇവിടെ ഒരു ദാ വരുന്നുണ്ട്, ഇവിടെ ഒരു ദാ വരുന്നുണ്ട്. ഈ ദാ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ആദ്യം പറഞ്ഞുതരാം. ഈ ദാ വരുന്നത് നമ്മൾക്ക് ആ വുമണിനെ കുറിച്ച് അറിയണമെന്നൊന്നും ഇല്ല, പക്ഷെ നമ്മൾ ആ വുമണിനെ കുറിച്ച് പറയാണ്. ഹൂ ഈസ് ദാറ്റ് വുമൺ? ഞാൻ ഇന്നലെ കണ്ട ഒരു വ്യക്തിയായിരുന്നു
നമുക്ക് ഇന്നലെ ഒരു പരിചയമുണ്ട് അത് തമ്മിൽ. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഹനാനോട് ഞാൻ ഒരു സ്ത്രീയെ കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ പറയാം, ഐ മെറ്റ് എ വുമൻ വെൻ ഐ ഗോ ടു കോഴിക്കോട്, വെൻ ഐ ഗോ ടു കാലിക്കറ്റ്, ഐ മെറ്റ് എ വുമൻ. അവിടെ ഞാൻ ഇത് ടുഡേ പറഞ്ഞതാണ്. ടുഡേ ഞാൻ ഹനാനോട് പറഞ്ഞതാണ്. യെസ്റ്റർഡേ പറയുന്നത് ഇതാണ്. യെസ്റ്റർഡേ പറയുന്നത് ഇതാണ്. ടുഡേ ഐ മെറ്റ് എ വുമൻ. ടുഡേ ഐ മെറ്റ് എ വുമൻ in when I go to Calicut. In Calicut. ഞാൻ കോഴിക്കോട്ടിലൊരു പെണ്ണിനെ കണ്ടുമുട്ടി. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പം ഇവിടെ ആണ് യൂസ് ചെയ്തത്. അപ്പം ആ പെണ്ണുമായിട്ട് എനിക്കൊരു പരിചയമില്ല, ഞാനൊരു പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഇനി രണ്ടാമത് ആ പെണ്ണുമായിട്ട് പറയണം, ആ പെണ്ണ് അത് ആ ബ്യൂട്ടി പാർലറിലുള്ള അത് ഞാൻ കണ്ട പെണ്ണായിരുന്നു, ഞാൻ കണ്ട സ്ത്രീ ആയിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ദ യൂസ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു ദ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പറഞ്ഞതാ. ഞാൻ ഹനാനോട് പറഞ്ഞിരുന്നു ഇന്നലെ, യെസ്റ്റർഡേ, ടുഡേ ഐ മെറ്റ് എ വുമൻ ഇൻ കാലിക്കറ്റ്. കാലിക്കറ്റിൽ ഞാൻ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി, എന്ന് വെച്ചാൽ പരിചയപ്പെട്ടു, കണ്ടുമുട്ടി. അത് പറഞ്ഞതുകൊണ്ട് അവൾക്കൊരു അറിയാം ഇവൾ ആരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവളത് സീരിയസ് ആയിട്ട് എടുക്കണമെന്നൊന്നുമില്ല, പക്ഷെ അവൾക്ക് അറിയാം ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പറയുമ്പം അവൾക്ക് കുറച്ചുകൂടി ഇത് കിട്ടും. ഞാൻ പറഞ്ഞു ആ സ്ത്രീ ആയിരുന്നു ഞാൻ കണ്ടുമുട്ടിയിരുന്നത്. അതായത് ഞാൻ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് അവളോട് പറഞ്ഞിട്ടേ ഇല്ല. കാലിക്കറ്റ് പോയത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ആ സ്ത്രീയെ കണ്ടുമുട്ടിയതിന് വിഷയം പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇന്ന് പറയാണ് ആ സ്ത്രീ ഞാൻ ഇന്നലെ കണ്ടുമുട്ടിയ ഒരു സ്ത്രീ ആയിരുന്നു, ഇന്നലെ കണ്ടുമുട്ടിയ ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ആണ് വരിക. ഓക്കെ, ഞാൻ ഹനാനോട് സൂചിപ്പിച്ചിട്ടേ ഇല്ല ഇന്നലെ ഞാനൊരു സ്ത്രീയെ കണ്ടുമുട്ടിയ വിവരം. പക്ഷേ ഞാൻ ഇന്ന് പറയാണ് അവളോട് ആ സ്ത്രീ ഇന്നലെ ഞാൻ കാലിക്കറ്റ് പോയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു, ആ സ്ത്രീയാണിത്. എന്താ വെച്ചാൽ ആ ബ്യൂട്ടി പാർലറിലുള്ള സ്ത്രീ ഞാൻ ഇന്നലെ കാലിക്കറ്റിൽ കണ്ട ഒരു സ്ത്രീ ആയിരുന്നു, കണ്ടുമുട്ടിയ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പം ഞാൻ ഹനാനോട് സൂചിപ്പിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് ഇവിടെ വന്നു. അതുകൊണ്ട് ഹനാനോട് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, ഇന്നലെ ഞാനൊരു സ്ത്രീയെ കണ്ടുമുട്ടി, കാലിക്കറ്റ് പോയപ്പോൾ ഇന്നലെ ഞാനൊരു സ്ത്രീയെ കണ്ടുമുട്ടി. അപ്പോൾ ഇവിടെ ഇതാണ് വരിക. ഇനി വേറൊരു എക്സാമ്പിൾ തന്നരാ. ഇനി രാഹുല് രോഹനോട് പറയണേ, ഞാൻ ഇന്നലെ കഴിച്ച ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ചോക്ലേറ്റ് ആയിരുന്നു, നല്ല നൈസായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയിരുന്നു കഴിച്ചിരുന്നത്. അപ്പം ഇന്നലെ പറഞ്ഞത് കാര്യം കേട്ടോ. ഇന്ന് അവനോട് പറയാണ് ഈ ഫ്ലേവർ ആയിരുന്നു ഞാൻ ഇന്നലെ കഴിച്ചിരുന്നത്, ഈ ഫ്ലേവർ ആയിരുന്നു ഞാൻ ഇന്നലെ കഴിച്ചിരുന്നത്. അങ്ങനെ പറയാം. യെസ്റ്റർഡേ, ഇന്നലെ പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം പറയാം. ഇന്നലെ രാഹുൽ രോഹനോട് പറയണേ, ടുഡേ ഐ ഈറ്റ് എ ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഓഫ് ടുഡേ ഐ ഈറ്റ് എ ഐസ്ക്രീം ഓഫ് ഡാർക്ക് ചോക്ലേറ്റ്. ഇന്ന് ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ രോഹന് ജസ്റ്റ് ഒരു സൂചന കിട്ടി, അവന് എന്തോ കഴിച്ചിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞതാട്ടോ ഇത്. ഇന്ന് പറയാണ് അവന് ഈ ഫ്ലേവർ. അവർ പിന്നെ ഒരു കൂൾ ബാറിലേക്ക് പോയതുകൊണ്ട് അവർ പിന്നെയും കഴിച്ചു ഒരു ഐസ്ക്രീം. അപ്പോൾ പറഞ്ഞു ഈ ഫ്ലേവർ ആയിരുന്നു ഞാൻ കഴിച്ചിരുന്നത് പറഞ്ഞു. അങ്ങനെ പറയാം, ദിസ് ഈസ് ദ ഫ്ലേവർ ദാറ്റ് ഐ ഈറ്റ് യെസ്റ്റർഡേ, ദിസ് ഈസ് ദ ഫ്ലേവർ വിച്ച് ഈസ് ദ ഐസ്ക്രീം ദാറ്റ് ഐ ഈറ്റ് യെസ്റ്റർഡേ. അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു സൂചന കൊടുത്തിരുന്നെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇതേപോലെ നമ്മൾ ഇന്നലെ ഒരു സൂചനയും കൊടുത്തിട്ടില്ല, പക്ഷെ ഇങ്ങനെ പറയണം, ഈ ഐസ്ക്രീം ഞാൻ ഇന്നലെ തിന്ന ഒരു ഐസ്ക്രീം ആയിരുന്നു, ഇന്നലെ ഞാനവിടെ ഐസ്ക്രീം തിന്നിരുന്നു, അതിൻ്റെ ഫ്ലേവർ ഇതായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇന്നലെ സൂചിപ്പിക്കാതെ ഇന്ന് അയാളോട് പറയുകയാണെങ്കിൽ ഇവിടെ വരിക. ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ന് അതിൻ്റെ ഒരു ബാക്കിയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം വരും. എ ആൻഡ് ദ എന്ന ആർട്ടിക്കിൾസിൻ്റെ പോർഷൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ടൈപ്പ് ചെയ്ത് വിടുക. ഇതിനത്ര ഞാൻ സോൾവ് തരാം. പിന്നെ ഇനി ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾസിൻ്റെ ഭാഗം പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനി ഗ്രാമർ പാർട്സ് ഞാൻ ഫ്രീ ആവുമ്പം വിടാൻ ശ്രമിക്കാം. ആൻഡ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത്ര തന്നെ. ഓക്കെ, താങ്ക് യു, ബൈ.